ഇതാണ് കേദാർനാഥിൻ്റെ കാഴ്ചകൾ. മനോഹരമായ കാഴ്ചകളായിരുന്നു. കേദാർനാഥ് ബാബിൻ്റെ അമ്പലത്തിലെ ദർശനവും ഉണ്ടായി. അപ്പോൾ നല്ല ഭാഗ്യമാണ്. മഞ്ഞ് വീഴ്ചയും കാണാൻ പറ്റി. അപ്പോൾ നമ്മളിനി തിരിച്ചിറങ്ങുകയാണ്. 5 മണിക്കൂർ യാത്ര, 14 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് പോവാം. പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഹിമാലയം പോലത്തെ, കൈലാസം പോലത്തെ മലനിരകളല്ലേ. ഞാനിപ്പോൾ തിരിച്ച് നടക്കുകയാണ്. കേദാർനാഥ് ട്രക്കിങ്, കേദാർനാഥ് ക്ഷേത്രം കണ്ട് ദർശനം കഴിഞ്ഞ് തിരിച്ച് 5 മണിക്കൂർ ഒരു ട്രക്കിങ്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. അപ്പം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ കുറച്ച് താഴെ എത്തിയിരിക്കുകയാണ്. ഇനി ഒരുപാട് നടക്കാനുണ്ട്. 12 കിലോമീറ്ററോളം നടക്കാനുണ്ട്. താഴത്തെ കാഴ്ച കണ്ട് എത്ര കുതിരയാന്ന് ഇറങ്ങി വരുന്നു, കയറി. സൂം ചെയ്ത് കാണിച്ചത്. എന്ത് വെള്ളം. ഒരു വെള്ളച്ചാട്ടം നമ്മൾ വരുമ്പം കണ്ടതാ. ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൗരിക്കുണ്ടൻ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ഏകദേശം എത്താനായി. ഇപ്പോൾ ഒരു വെള്ളച്ചാട്ടമുണ്ട്. വരുന്ന വഴിക്ക് ശരിക്കൊന്നും കാണാൻ പറ്റിയില്ല. നമ്മളിത് എത്താനായി. ഒരു അവിടെ നിന്നാണ് വന്നത്. വേണ്ട, കൈലാസം പോലെ തന്നെയുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഏകദേശം എത്താനേ. ഇനി 4 കിലോമീറ്റർ കാണിക്കുന്നു. ചെറിയ വെള്ളച്ചാട്ടവും കാഴ്ചകളൊക്കെ ഉണ്ട്. നടന്നിട്ടാണ് ഞാൻ 12 കിലോമീറ്റർ തീർക്കാൻ പോകുന്നത്. ജസ്റ്റ് വാക്കിങ് റിട്ടേൺ. താഴെ ഇറങ്ങുന്ന കയറുന്നത് ഞാൻ ചെയ്തിട്ട് സമയമില്ലല്ലോ. അപ്പോൾ ഗൈസ്, അങ്ങനെ 14 കിലോമീറ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതും വളരെ ഫാസ്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. വെറും 3 ഹവേഴ്സിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തത്. എൻ്റെ ചങ്ങായിമാരൊക്കെ പിറകെയാണ്. 14 കിലോമീറ്റർ കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്നും ഇവിടെ ബേസ്മെൻറ്റിലേക്ക്. ഇതാ കേദാർനാഥ് യാത്രയുടെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തരിക. അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.